എന്നാടാ ബെന്നി? ഞാനിപ്പോ എയർപോർട്ടിൽ നിന്ന് ആശുപത്രിയിലോട്ട് വന്നോണ്ടിരിക്കുക. അപ്പനിപ്പോ എങ്ങനെയുണ്ടാ? നീ എന്നാ പണിയാടാ കാണിച്ചത്? ഈ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ ഒരു വീറും വൃത്തിയൊക്കെ ഉണ്ടോ? എന്തായാലും ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. പുറത്തുനിന്ന് നല്ല ചികിത്സ കിട്ടത്തില്ലായിരുന്നോ? ഓക്കെ. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണോ? എനിക്കിനി ഹോസ്പിറ്റലിൽ മാറിപ്പോയോ? റോയ്മാനെ, എന്തായാലും എന്നെ ഇവിടെ കൊണ്ടുവന്ന എനിക്ക് നല്ല സുഖം. എന്നാലും ഞാൻ ഡോക്ടറെ അടുത്ത് വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം. പിന്നെ നീ ഇവിടെ തന്നെ ആണല്ലേ? Excuse me, sir. Yes, you will come. ഡോക്ടർ, ഞാൻ മലയിൽ മത്തായിയുടെ മകൻ റോയിച്ചൻ ദുബായിലൊരു ചെറിയ ബിസിനസ് നടത്തുന്നു. അതിന്റെ പറഞ്ഞിരുന്നു. സത്യം പറയാനാണോ, എനിക്ക് ഈ ഗവൺമെന്റ് ആശുപത്രികളെ കുറിച്ച് ഒരു മതിപ്പുമില്ല. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ എന്റെ ധാരണയൊക്കെ എക്സലന്റ്, നന്നായിരിക്കുന്നു. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യുന്ന ജീവനക്കാരുള്ള ഒരു ഹോസ്പിറ്റലാണ്. മിസ്റ്റർ റോയ്, താങ്കൾക്ക് തിരക്കില്ലെങ്കിൽ ഒരല്പസമയം എന്നോടൊന്ന് വരാം. മിസ്റ്റർ റോയ്, ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ. ഇത് ICU. ഇത് ഡയാലിസിസ് സെന്റർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സംഘടനകളുടെയും വ്യക്തികളുടെയും മറ്റു സഹായത്തോടെ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു. പാഥേയം എന്ന പദ്ധതിയിലൂടെ രോഗികൾക്ക് ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ആഹാരം സൗജന്യമായി നൽകി വരുന്നു. ഇത് കാരുണ്യവഞ്ചി. വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കും മറ്റും അയക്കുമ്പോൾ നിർധനരായ രോഗികൾക്ക് യാത്രാച്ചെലവിനായി കാരുണ്യവഞ്ചിയിൽ നിന്നും ധനസഹായം ചെയ്തു കൊടുക്കുന്നു. ബ്ലഡ് ബാങ്ക്, ക്യാൻസർ വാർഡ്, വേദനരഹിത പ്രസവത്തിലൂടെ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ പ്രസവമുറി, ചിൽഡ്രൻസ് പാർക്ക്, പൂന്തോട്ടം, വൃത്തിയും ശുദ്ധവുമായ ആശുപത്രി പരിസരം. ഈ പ്രത്യേകതകളൊക്കെയാണ് പുനലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയെ വ്യത്യസ്തമാക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ എനിക്കൊരു സത്യം മനസ്സിലായി ഡോക്ടർ. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റും ഗവൺമെന്റ് നയങ്ങളും തീരുമാനങ്ങളും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിവുള്ള അർപ്പണ മനോഭാവമുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഏത് സ്ഥാപനവും വളരും. കൺഗ്രാജുലേഷൻ ഡോക്ടർ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങളെപ്പോലെ നല്ല കാഴ്ചപ്പാടുകളുള്ള ജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പൊതുസ്ഥാപനവും വിജയിക്കൂ.